ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ ഒരു റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ്. ആ സമയത്ത് ഡോക്ടർ പറയുകയാണ്, ഇഷിത, അത് പിന്നെ നമ്മൾ വീട്ടിലൊക്കെ പാറ്റിക്കും പല്ലിക്കൊക്കെ അടിക്കുന്ന ആ വിഷയമില്ലേ, അതല്ല കൊച്ചിൻ്റെ ശ്വാസകോശത്തിലേക്ക് പോയിരിക്കുന്നത്. ഇത് ഈ ചെടികൾ കടിക്കുന്ന വലിയൊരു മരുന്ന് തന്നെയാണെന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ ഇത് ഗൂഢാലോചന ചെയ്ത് നടത്തിയ കാര്യം തന്നെയാണ് മാഡം എന്നിങ്ങനെ ഇഷിതയും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആര് ചെയ്തുവെന്നാണ് ഇഷിത വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ മഞ്ജിമ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ അച്ഛനും അമ്മയും മഞ്ജിമ ചേച്ചി ഏൽപ്പിച്ചിട്ടാണ് പുറത്തു പോയത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നുന്നില്ല മഞ്ജിമയാണ് ചെയ്തതെന്ന്. കാരണം ഈ ഒരു വിഷം മേടിച്ചുകൊണ്ട് വരാൻ തന്നെ കുറേ സമയങ്ങൾ എടുക്കുമല്ലോ. അപ്പോൾ ആ കൊച്ചിനെ കൊല്ലാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് മഞ്ജിമ നോക്കില്ല. ഈ കാര്യത്തിൽ മഞ്ജിമ നിരപരാധി തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഡോക്ടർ ആ പറഞ്ഞ കാര്യത്തിലും ശരി തന്നെയാണ്. മഞ്ജിമ ചേച്ചി ഒരിക്കലും പുറത്തു പോയി ഒരു സംഗതി മേടിക്കാനായിട്ട് ചാൻസ് ഇല്ല എന്നിങ്ങനെ ഇഷിതയും കൂടി പറയാം. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാ വേറൊരു ഡോക്ടർ വന്നിട്ട് പറയുകയാണ്, ഡോക്ടറെ ഒരു സന്തോഷ വാർത്തയുണ്ട്, കുഞ്ഞ് മരുന്നിനോട് പ്രതികരിച്ച് തുടങ്ങിയെന്ന്. ഇത് കേട്ട ഇഷിത സന്തോഷം കൊണ്ട് മതിമറന്നൊരവസ്ഥ നിൽക്കുക. രണ്ടുപേരും കൂടി ഓടി കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഈ സമയം തന്നെ നമ്മുടെ മഹേഷ് ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അതേപോലെ തന്നെ മഞ്ജിമയാണെങ്കിൽ ഒരു മൂലക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യം ഓടി വന്നിട്ട് ഡാഡി എന്ന് പറഞ്ഞിട്ട് വിളിക്കണം, മോൻ ഇങ്ങോട്ട് പോന്നോ, മോൻ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? അത് പിന്നെ എനിക്ക് അവിടെ ഇരിക്കാനായിട്ട് തോന്നിയില്ല. അവിടെ അച്ഛമ്മയുടെ കൂടെ അച്ചാച്ചനും അതേപോലെ തന്നെ ചിപ്പിമോളൊക്കെ ഉണ്ടല്ലോ, എനിക്കിവിടെ വരാഞ്ഞിട്ട് ഒരു സമാധാനമില്ല. കുഞ്ഞാവയ്ക്ക് എങ്ങനെയുണ്ട് ഡാഡി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞാവ ഇപ്പോൾ ശ്വാസം എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് മോനെ. ഇത് കേട്ട ആദിക്ക് വളരെയേറെ സന്തോഷം തോന്നുകയാണ്. മഞ്ജിമയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നി. മോൻ പേടിക്കണ്ട, നമ്മുടെ കുഞ്ഞാവ് തിരിച്ചു വരും, കുഞ്ഞാവ് പഴയതുപോലെ തന്നെ തിരിച്ചു വരുമെന്നും പറയാം. അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതേ കുറേ പോലീസുകാർ അങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പോൾ പോലീസുകാർ വന്നിട്ട് ചോദിക്കണം, ഹോസ്പിറ്റലിൽ നിന്നാണ് ഞങ്ങൾക്കൊരു ഈ വിവരം കിട്ടിയത്, മഹേഷിൻ്റെ കുഞ്ഞ് തന്നെയല്ലേ അത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ എൻ്റെ കുഞ്ഞ് തന്നെയാണ് ഡോക്ടർ സാർ എന്നിങ്ങനെ പറയുകയാണ്. അല്ല, അതാരാണോ നിൽക്കുന്നത്? എൻ്റെ അനിയത്തിയാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഓഹോ അനിയത്തിയാണല്ലേ, സോറി ചേച്ചിയാണെന്ന് പറയണം. ഓ ചേച്ചിയാണല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അല്ല, ഈ കൃത്യം എങ്ങനെയാണ് നടന്നത്? നിങ്ങളവിടെ ഇല്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല, ഞങ്ങളവിടെ ഇല്ലായിരുന്നു, കാരണം ഒരാവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞങ്ങളവിടെ ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മയും ബാങ്കിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയി ഇങ്ങനെയും പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദ്യമാണെങ്കിൽ അതെ അച്ഛമ്മ മഞ്ജിമപ്പയെ ഏൽപ്പിച്ചിട്ടാണ് പോയത്, അതിന് ശേഷമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആഹാ നീയാൾ കൊള്ളാലോ, ഇത് മഹേഷിൻ്റെ മകനാണോ? അതെ സാർ, എൻ്റെ മകൻ തന്നെയാണ്. മഹേഷിൻ്റെ മകൻ ആളും എടുക്കനാണല്ലോ. ഞങ്ങൾ ചോദിക്കാതെ തന്നെ അച്ഛൻ പറയാൻ മടിക്കുന്ന കാര്യങ്ങളൊക്കെ മകൻ അങ്ങോട്ട് പറഞ്ഞല്ലോ. എന്നിട്ട് എന്താ സംഭവിച്ചത്? അതിന് ശേഷമാണോ കുഞ്ഞിന് ഈ അപകടം ഉണ്ടായത് എന്ന് ചോദിക്കണം. അതെ സാർ, കുഞ്ഞിന് അതിന് ശേഷമാണ് ഈ അപകടം ഉണ്ടായത്. മഹേഷിൻ്റെ പെങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരൂ എന്ന് പറഞ്ഞപ്പോഴേക്കും വനിതാ പോലീസ് ചെന്ന് മഞ്ജിമയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അതെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, ആ സമയത്ത് കുഞ്ഞിനെ എങ്ങനെ അപകടം പറ്റി? അപ്പോൾ മഞ്ജിമ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. പറ, ചോദിക്കുന്നത് കേട്ടില്ലേ, ചോദിക്കുന്നതിനുള്ള മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. നിങ്ങൾ എങ്ങനെയാണ് കുഞ്ഞിന് അപകടം പറ്റിയതെന്ന്? അപ്പോൾ നമ്മുടെ മഞ്ജിമയാണെങ്കിൽ സാറേ ഞാൻ ബാത്റൂമിലേക്ക് പോവുമായിരുന്നു, ബാത്റൂമിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ കുഞ്ഞിന് അനക്കമില്ലാതെ കിടക്കുമായിരുന്നു. പക്ഷേ ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിനൊന്ന് നോക്കിയായിരുന്നു, അപ്പോഴും കുഞ്ഞ് ഉറക്കുമായിരുന്നു. അതിനുശേഷം വന്ന് നോക്കിയപ്പോൾ വീണ്ടും കുഞ്ഞ് ഉറങ്ങുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു സംശയം തോന്നി, കുഞ്ഞിൻ്റെയൊക്കെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് കുഞ്ഞിന് ശ്വാസമില്ലെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ തന്നെ ഞാൻ കുഞ്ഞിനെ എടുത്തു. ആദ്യം ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചത്, അതിനുശേഷം കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരികയായിരുന്നു സാറേ ഞാൻ ചെയ്തത്. അല്ലാതെ വേറെ എനിക്കൊന്നും അറിയില്ല. ഇത്രയും നടന്നത് ഇതിൽ ഞാനൊരു തെറ്റുകാരിയല്ല സാറേ. അതിന് മഞ്ജിമ തെറ്റുകാരിയാണെന്ന് ഞങ്ങൾ പറഞ്ഞു സാർ. എല്ലാവരും എന്നെയാണ് സാർ സംശയിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ ഞാൻ നിരപരാധിയാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിങ്ങനെ ആവർത്തിച്ച് മഞ്ജിമ പറയാണ്. ശരി, ഓക്കെ, ഇത്രയൊക്കെയാണ് സംഭവിച്ചതല്ലേ? ഇനിയും ചോദ്യങ്ങളുണ്ട്. എവിടെ നിന്നാണ് കുഞ്ഞിൻ്റെ മുഖത്തടിക്കാനുള്ള ആ സ്പ്രേ കിട്ടിയത്? സർ,
അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല സാർ. എന്നെ വിശ്വസിക്കണം സാർ. ഞാൻ പറയുന്ന മുഴുവനും സത്യമാണ് സാർ. അല്ല, മഞ്ജിമ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഫ്രണ്ടിലെ ഡോറ് തുറന്നു കിടക്കുകയായിരുന്നോ? നിങ്ങളത് പൂട്ടിയിട്ടില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ സാർ എനിക്ക് ഓർമ്മയില്ല സാർ. ഞാൻ പെട്ടെന്ന് കുളിക്കാൻ പോവുകയായിരുന്നു ചെയ്തത്. അല്ല, വീട്ടിൽ ആരെങ്കിലും വന്ന വല്ല ലക്ഷണങ്ങളും ഉണ്ടായിരുന്നോ സാർ? എനിക്ക് ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല സാർ. ഞാൻ പറയുന്ന മുഴുവൻ സത്യം തന്നെയാണ് സാർ. ഇതിലെനിക്ക് ഒന്നും അറിയില്ല. ഞാൻ നിരപരാധിയാണ് സാർ. അല്ല, മഞ്ജിമ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടിയില്ലേ ഹോസ്പിറ്റലിലേക്ക്? ആ സമയത്ത് ഡോർ തുറന്ന് കിടക്കുകയായിരുന്നോ? അതെ സാർ, ആ സമയത്ത് ഡോർ തുറന്ന് കിടക്കുകയായിരുന്നു. ഓഹോ, അപ്പം അങ്ങനെയാണ് സംഭവിച്ചതല്ലേ? ശരി, ഇനി ഞാൻ ചോദിക്കുന്നതിനുള്ള ഒറ്റ ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. എങ്ങനെയാണ് കുഞ്ഞിന് ഈ അപകടം സംഭവിച്ചത്? അത് മഞ്ജിമ പറഞ്ഞേ മതിയാവുള്ളൂ. മഞ്ജിമ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ കുളിക്കാൻ പോയി, കുളി കഴിഞ്ഞ് വന്നപ്പോൾ കൊച്ചിന് അനക്കമില്ല എന്നൊക്കെ പറയുമ്പോൾ അത് മാത്രം വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഞങ്ങൾ എന്നൊക്കെ പോലീസുകാരിങ്ങനെ പറയുമ്പോൾ മഞ്ജിമ ഇങ്ങനെ വിറച്ച് നിൽക്കുകയാണ്. സത്യം പറഞ്ഞോ? അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സത്യം പറയിപ്പിക്കാനായിട്ട് എനിക്കറിയാം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആകാശ് അവർ നിരപരാധിയാണ് എന്നും പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. ആകാശ് മേനോനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മഹേഷിനകെ കാലി വരികയാണ്. അപ്പോൾ നീ എന്താണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഞാൻ പറയാം മഹേഷേ. അപ്പോൾ സാർ, ഈ കാര്യത്തിൽ ഈ സ്ത്രീ നിരപരാധിയാണ്. അല്ല, നിങ്ങളെങ്ങനെയാണ് ഇവിടെ എത്തിയത്? നിങ്ങളോട് ആരാ വിവരം പറഞ്ഞത്? സാർ, മഹേഷിൻ്റെ കുഞ്ഞിനൊരു ആപത്ത് പറ്റിയെന്നറിയുമ്പോൾ ഞാൻ ഓടി എത്തണ്ടേ സാർ? ഞാനും മഹേഷും തമ്മിലുള്ള ബന്ധം അതാണ് സാർ. ചില കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി തന്നെയാണ് സാർ ഞാൻ ഇങ്ങോട്ട് വന്നത്. സാർ, ഇവനെ പറഞ്ഞു വിട് സാർ. ഇവൻ പല ഉദ്ദേശങ്ങളുമായിട്ട് തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതൊന്നും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല സാർ. ഇവനെ പറഞ്ഞു വിടണം സാർ. മഹേഷേ, താനിങ്ങനെ ധൃതി പിടിക്കല്ലേടോ. ആകാശ് മേനൻ, താൻ പോകാൻ നോക്ക്. താൻ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാകുന്നത്. സാർ, ചില സത്യാവസ്ഥ പറയാൻ വേണ്ടി തന്നെയാണ് സാർ ഞാനിവിടെ വന്നത്. ഇത് തെളിവെടുപ്പല്ലേ? അപ്പോൾ സാറിന് തെളിവെടുപ്പുള്ള കാര്യങ്ങളെല്ലാം വേണ്ടി സാർ. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. മഞ്ജിമ ഈ കാര്യത്തിൽ നിരപരാധിയാണ്. മഞ്ജിമ നേരത്തെ കുഞ്ഞിനെ കൊല്ലാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ ഇല്ലയോ അതൊന്നും എനിക്കറിയാൻ പാടില്ലാത്ത കാര്യമാണ് സാർ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മഞ്ജിമ നിരപരാധിയാണ്. മഞ്ജിമ ആ കുഞ്ഞിനെ ഒന്നും ചെയ്തിട്ടില്ല സാർ. ഇവിടെ വേറൊരാളാണ് കുറ്റവാളി എന്ന് പറയാണ്. അപ്പോൾ ഈ മഹേഷിന് കാലി വന്നിട്ട്, സാർ, ഇവൻ എല്ലാം കുളം കലക്കാനായിട്ട് നോക്കുവാണ് സാർ, ഇവനെ പറഞ്ഞു വിട്ടോ സാർ എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കണം. മഹേഷേ, താൻ അവിടെ നിൽക്കടോ. താൻ പറയുന്നത് പോലെ തന്നെ ഇയാളെയൊന്നും പറഞ്ഞുവിടാനായിട്ട് പറ്റില്ല. ഞങ്ങൾ തെളിവെടുപ്പിനായിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ തെളിവെടുപ്പിൻ്റെ ഈ രീതിയിൽ എനിക്ക് ആകാശ് മേനൻ പറയുന്ന കാര്യങ്ങളും കേൾക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആകാശ് പറയാണ്, സാർ, എനിക്കിവിടെ സംശയം. അതായത് സംശയമല്ല, ഉറപ്പുള്ള കാര്യം തന്നെയാണ് സാർ. ദേ, ഈ നിൽക്കുന്ന ആളെ സാറിന് അറിയോ? അതായത് ഞാൻ ഈ കുട്ടിയെയും ഈ കുട്ടിയുടെ അമ്മയൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. എൻ്റെ ചിലവിൽ തന്നെയാണ് അവർ ജീവിച്ചത്. അതെന്തിനാണ് താൻ ഇപ്പോൾ ഇവിടെ പറയുന്നത്? ഞാൻ പറയാനുള്ള കാരണം ഈ കുട്ടിയുടെ യഥാർത്ഥ സ്വഭാവം എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതേപോലെ തന്നെ ഈ കുട്ടിക്ക് ഒരു മാനസിക രോഗമുണ്ട് സാർ. ഇത് കേട്ട ആദിക്ക് ഭയങ്കര സങ്കടം തോന്നിക്കാം. ഡാഡി, ഇതെന്തൊക്കെയാണ് ഡാഡി പറയുന്നത്? അതെ സാർ, ഇത് മാനസിക രോഗം എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ പേര്? സിബ്ലിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു പേര് പറയാണ് അവിടെ ആകാശ് മേനൻ. അതായത് അസൂയ. അതായത് ഇളയ കുട്ടികളോട് അച്ഛനമ്മമാർ സ്നേഹം കാണിക്കുമ്പോൾ അവർക്ക് ആ സ്നേഹം കിട്ടരുത്, അവരെ കൊല്ലാനുള്ള ആ ഒരു വക്രത ഉണ്ടാകുന്നൊരു സ്വഭാവത്തിനാണ് ഈ സിബ്ലിംഗ് എന്നൊക്കെ പറയുന്നത് സാർ എന്നിങ്ങനെ പറയാം. ആ ഒരു ഇത് ഈ കുട്ടിക്കുണ്ട്. ഈ കുട്ടി വയലൻസ് സിനിമകൾ മാത്രമേ കാണുള്ളൂ സാർ. അപ്പോഴേക്കും ആദ്യമാണെങ്കിൽ സാർ, ഇവർ പറയുന്ന മുഴുവൻ പച്ചക്കള്ളമാണ്, ഞാൻ സിനിമയെ കാണാറില്ല സാർ എന്ന് പറയാം. അപ്പോഴേക്കും ആകാശ് വീണ്ടും തുടങ്ങി. ആകാശ് പറയാം, പല കുട്ടികളെയും ഇവൻ ഉപദ്രവിച്ചിട്ടുണ്ട് സാർ. കൂടാതെ തന്നെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ളൊരു സാറിൻ്റെ ഒരു മകനെ ഇവൻ മൂക്കിൻ്റെ പാലടിച്ച് തകർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ടൊരു വനിതാ പോലീസ് പറയണം, സാർ, അത് സാറിന് അറിയില്ലേ? ആ സാറിൻ്റെ മകൻ കിരൺ എന്നാണ് ആ കുട്ടിയുടെ പേര്. കണ്ടോ സാർ? ദേ, മേഡം തന്നെ പറഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ തെളിവ് എന്ത് വേണം സാർ? അതേപോലെ തന്നെ ഇവൻ്റെ അനിയത്തിയില്ലേ ചിപ്പിയെ മാത്രമേ ഇവന് സ്നേഹിക്കാനായിട്ട് കഴിയുള്ളൂ. വേറെ ആരെയും സ്നേഹിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഞാൻ കോടതിയിൽ വെച്ച് തന്നെ കാര്യങ്ങളെല്ലാം കോടതിയുടെ മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവനെന്നതും വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല.
എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഡാഡിയോട് ഇങ്ങനെ സ്നേഹം കൂടാനുള്ള കാരണം? ഇത്രയും നാള് എൻ്റെ ഒപ്പമല്ലേ അവൻ കഴിഞ്ഞത്. അങ്ങനെ ഡാഡിയുടെ രണ്ടാം ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുമാണ് അവന് ഡാഡിയുടെ കൂടെ നിൽക്കാനുള്ള താല്പര്യം കൂടി വന്നത്. കാരണം ആ കുഞ്ഞുണ്ടായി കഴിയാൻ നേരത്ത് ആ കുഞ്ഞിനെ കൊല്ലണം എന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമേ ഇവൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ തന്നെ രജനിയോട് സ്നേഹം കാണിക്കുമ്പോഴേ ഇവന് അസൂയായിരുന്നു. എന്നോട് വരെ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ? ഇത് കേട്ട് ആദ്യ കിടന്ന് കരയാണ്. ആദ്യ കിടന്ന് പറയണില്ല, ഇയാൾ പറയുന്ന മുഴുവനും പച്ചക്കള്ളമാണ്. അപ്പോഴേക്കും ആകാശിന് കാലി വരികയാണ്. എടാ സോറി ആകാശല്ല, നമ്മുടെ മഹേഷിന് കാലി വരികയാണ്. എടാ ആകാശേ, നീ എന്താ എൻ്റെ കുഞ്ഞിനെ കുറ്റവാളിയാക്കാനായിട്ട് ശ്രമിക്കുകയാണല്ലോ എടാന്ന് പറഞ്ഞിട്ട് കഴുത്തിനെ കയറി കുത്തി പിടിക്കാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുകയാണ്. പോലീസുകാരെ തടഞ്ഞു നിർത്തിക്കണം. എടോ മഹേഷ് തന്നെ ചുമ്മാതിരിയടോ, അയാളെന്താ പറയുന്നതെന്ന് എനിക്കൊന്ന് കേൾക്കണമല്ലോ. സാറേ, ഇവൻ തന്നെയാണ് സാറേ ഇതിനെല്ലാത്തിനും. ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചത് ഇവൻ തന്നെയാ. ഇവനല്ലാതെ വേറെ ആരുമല്ല. എന്നിട്ട് മഞ്ജിമയെ നിങ്ങളാരും സംശയിക്കേണ്ട കാര്യമില്ല. മഞ്ജിമയ്ക്ക് അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയണം. ഞാനീ പറയുന്നത് കാര്യമായിട്ട് തന്നെ എടുക്കണം സാർ. കോടതിയുടെ മുമ്പാകെ ഞാൻ ഇവരോട് ഇതെല്ലാം പറഞ്ഞതാണ്. പക്ഷേ ഇവരതൊന്നും വിശ്വസിക്കാനായിട്ട് തയ്യാറായതുമില്ല. ഇപ്പോൾ അനുഭവിക്കും സാർ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പോലീസുകാരും പറയണം, അല്ലെങ്കിൽ ഇവൻ ഞാനിവിടെ വന്നപ്പോൾ തന്നെ എനിക്കിവനെ സംശയം ഉണ്ടായിരുന്നു. ഇവൻ വല്ലാത്തൊരു വികൃതി പയ്യനാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇത് കേട്ട ആദ്യമാണെങ്കിൽ കരച്ചിലോട് കരച്ചില്ല. സാറിന് ഇപ്പം മനസ്സിലായല്ലോ സാർ, അല്ലേ? കാര്യങ്ങളുടെ കിടപ്പ് എന്താണെന്ന് സാർക്കും മനസ്സിലായല്ലോ സാർ. ഇനി ഓരോരോ തെളിവുള്ളൂ സാർ. അതെന്താന്ന് വെച്ചാൽ സാറ് ഇവൻ്റെ റൂം ഒന്ന് പരിശോധിച്ച് നോക്ക്. അപ്പോൾ സാറിന് അങ്ങനെ പലതും കിട്ടും. അപ്പം സാറിന് ഇവനെതിരെ തെളിവുകളെല്ലാം കിട്ടും. അയ്യോ, ഇവൻ ജുവനിൽ ഹോമിലേക്ക് എല്ലാം പോയി കഴിഞ്ഞാലേ രചനയുടെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം. രചനയ്ക്ക് ഇവൻ മാത്രമേ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നുള്ളൂ. ആ പ്രതീക്ഷയും കൂടി നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ രചനയ്ക്ക് അത് സഹിക്കാൻ പോലും പറ്റില്ല സാർ. പിന്നെ ഇവൻ കാണുന്ന സിനിമകളല്ലേ, ഈ ഇഷിത ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയുള്ള സിനിമകളാണ് ഇവൻ കാണുന്നത്. ഒരു മൂത്ത ചെറുക്കൻ ഇളയ ചെറുക്കനെ കൊല്ലുന്നതായിട്ടുള്ള സിനിമകൾ മാത്രമേ ഇവൻ കാണുള്ളൂ. എന്തിനാണ് ആ സിനിമ ആവർത്തിച്ച് ഇവൻ കാണുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക് സാർ. അപ്പോഴൊക്കെ ഇല്ല, ഞാൻ അങ്ങനെ ഒരു സിനിമ കണ്ടിട്ട് പോലുമില്ല, ഇയാൾ പറയുന്ന മുഴുവനും പച്ചക്കള്ളമാണ്, നിർത്തിടാ എന്നിങ്ങനെ പോലീസുകാരൻ പറയാണ്. ആദ്യമാണെങ്കിൽ പേടിച്ച് നിൽക്കുകയും ചെയ്യാണ്. അപ്പോൾ സാർ ഇവനോട് പോകാൻ പറ സാർ, ഞങ്ങൾ കുടുംബകാര്യത്തിൽ ഇവനെ ഇടപെടാൻ നിൽക്കണ്ട സാർ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശരി, ഞാൻ പോയിക്കോളാം, എനിക്കിത്രയും മാത്രമേ പറയാനുള്ളൂ. അപ്പോഴേക്കും മഞ്ജിമയാണെങ്കിൽ എൻ്റെ ദൈവമേ, എല്ലാം ചെയ്തു കൂട്ടിയത് ഇവനാണ്, എന്നിട്ട് ഇവൻ എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത്? അങ്ങനെയും പറഞ്ഞുകൊണ്ട് ആകാശ് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ആകാശ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദ്യം ഇരുന്ന് ഭയങ്കര കരച്ചില്ല. അപ്പോൾ കരയുന്നുണ്ടപ്പോഴേക്കും ഡാഡി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഡാഡിക്ക് അറിയാലോ, ഡാഡിയുടെ കൂടെ തന്നെ ആയിരുന്നില്ല ഞാൻ, എനിക്കറിയാം മോനെ. അതുമാത്രം പോരല്ല മോനെ, ചില തെളിവുകളുണ്ടല്ലോ, മോൻ രക്ഷപ്പെടുന്ന ഡാഡിക്ക് ഉറപ്പാ. ഡാഡി മോൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആദിയെ ചേർത്ത് പിടിക്കുകയാണ് ഇവിടെ മഹേഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ മഞ്ജിമ ഓടി ചെല്ലുക. മഞ്ജിമ ഒഴിച്ചിട്ട് എടാ നീ അവിടെ നിന്നേ എന്ന് പറയാണ്. എന്താ മഞ്ജിമേ, രക്ഷപ്പെട്ടില്ലേ? മഞ്ജിമ ഈ കാര്യത്തിൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞില്ലേ? അത്രയും പോരെ? ഈ ആകാശിനെ സഹായിക്കുന്നവരോടൊക്കെ ആകാശ് നല്ല രീതിയിൽ തന്നെ പെരുമാറും. ആകാശ് ഇപ്പോൾ മഞ്ജിമയെ രക്ഷപ്പെടുത്തില്ലേ? എടാ നീയാടാ ഈ കൃത്യം ചെയ്തത്. അത് ശരി, ഞാനാണോ ചെയ്തത്? ഞാൻ ചെയ്തതിനുള്ള തെളിവ് എന്താണ് മഞ്ജിമേ? അങ്ങനെ തെളിയിക്കാനായിട്ട് ചുമ്മാ ഊഹാപോഹങ്ങൾ വെച്ചിട്ട് ചുമ്മാ എന്നെ കുറ്റപ്പെടുത്താനായിട്ട് നിൽക്കരുത്. അങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല മഞ്ജിമേ, നീ തന്നെയാണിത് ചെയ്തത്. അപ്പം ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് മഞ്ജിമയ്ക്ക് ഉറപ്പാണോ? ഞാനാണ് കുഞ്ഞിൻ്റെ മുഖത്ത് സ്പ്രേ അടിച്ചതെന്ന്? അങ്ങനെയാണെങ്കിൽ മഞ്ജിമ എന്തുകൊണ്ടത് കണ്ടു നിന്നു? എന്നെ തടഞ്ഞില്ല, പോലീസുകാരോട് പറഞ്ഞില്ല, എന്തുകൊണ്ട്? മനസ്സിലായി, മഞ്ജിമയ്ക്ക് അത് പറയാനായിട്ട് പറ്റിയില്ലല്ലേ? മഞ്ജിമ കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നില്ലേ? ഇത് കേട്ട മഞ്ജിമ ഞെട്ടിപ്പോയി. മഞ്ജിമ മാത്രമല്ലായിരുന്നു, മഞ്ജിമയെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ അവിടെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. ഒരു തിളപ്പുള്ള ചെറുപ്പക്കാരൻ അല്ലേ മഞ്ജിമേ? ഇത് കേട്ട മഞ്ജിമ ഞെട്ടിപ്പോവാണ്. ഇവനിതെല്ലാം അങ്ങനെ അറിഞ്ഞു. പക്ഷേ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കാണിക്കുവാണ്. കാരണം
അവിടെ നമ്മുടെ മഞ്ജു പറയുന്നത് അയ്യോ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കണമെന്നുണ്ടോ ഒച്ചപ്പാടുണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ആകാശ് ഈ ഒരു സൗണ്ട് കേട്ട് പെട്ടെന്നൊന്ന് കട്ടിലിടയിൽ കുളിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരെയും ആകാശ് അന്നേരമോ കണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രംഗം കൂടെ അവിടെ പറയുകയാണ് നമ്മുടെ ആകാശ്, നീ എന്താ വിചാരിച്ചത് ഞാനൊന്നും കണ്ടില്ലെന്നോ? എടി നിങ്ങൾ രണ്ടുപേരും എൻ്റെ അടി കിടന്ന് കിന്നരിക്കുന്നത് കണ്ടിട്ട് തന്നെയാണ് ഈ ഒരു കൃത്യം ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് പോയത്. എന്താ പോലീസുകാരോട് സത്യങ്ങൾ പറയണോ? എന്നാ പറയടി നീ പോയി ചെന്ന്. അപ്പോഴേക്കും ഞാനും പറയും നീ രഹസ്യക്കാരനെ വിളിച്ചു വരുത്തിയെന്നും കട്ടിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുമായിരുന്നെന്നും ഞാൻ ഈ കൃത്യം ചെയ്യുന്നതും നിങ്ങൾ രണ്ടുപേരും കണ്ടെന്നും സാക്ഷിക്കാരുമാണെന്നും ഞാനും പോലീസുകാരോട് പറയും. ഇപ്പോൾ ഒരു സംഭവങ്ങളൊന്നുമില്ലല്ലോ. ആ കുറ്റങ്ങൾ മുഴുവനും ആ ചെറുക്കൻ്റെ തലയിലുണ്ട്. ഇനി തെളിവിനായിട്ട് ആ ചെറുക്കൻ്റെ റൂമിൻ്റെ കട്ടിലിൻ്റെ അടിയിലേ ഞാനേ ആ വിഷത്തിൻ്റെ സ്പ്രേ ഇല്ലേ അതിൻ്റെ അടിയിലേക്ക് തള്ളിയിട്ടുണ്ട്. പോലീസുകാരത് കണ്ടെത്തിക്കോളും. ആ ചെറുക്കനെ പിടിച്ചോണ്ട് പോയിക്കോളും ചെയ്യുള്ളൂ. നീ രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടു, അത്രയേ ഉള്ളൂ മഞ്ജുമേ. ഇത് ആ ഒരു രീതിയിൽ കണക്ക് കൂട്ടിയാൽ മതി. രചന പല പ്രാവശ്യം നിന്നോട് പറഞ്ഞതല്ലേ ആ ഇഷിതയുടെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് നിനക്ക് സാധിച്ചോ? ഇപ്പം അത് സാധിച്ചെന്ന് കരുതിയാൽ മതി. കുഞ്ഞു മരിച്ചില്ലെങ്കിലും കുഞ്ഞിനൊരു അപകടം സംഭവിച്ചല്ലോ, അത്രയും മാത്രം മതി എന്നും പറഞ്ഞുകൊണ്ട് ആകാശ് അവിടുന്ന് പോവുകയാണ്. മഞ്ജുമയാണെങ്കിൽ പെട്ടുപോയെന്നൊരവസ്ഥ നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.